വച്ച വിഷ്ണുവേട്ടന്. ഇത് ശാലിനിയുടെ വാക്ക. വിട്ട ആ പെൺമക്കൾ ഇങ്ങനെ അമ്മമാർക്കൊരു ഭാരമായിട്ട് നടക്കരുത്. ഇതിന് ഭേദം പോയി ചത്തോടെ. മോളെ, നീ ഇതുവരെ ആ മുറിവില് മരുന്ന് വെച്ചില്ലേ? മോളെ, നീ പോയി ആ മരുന്ന് വെട്ടിയെടുത്തോണ്ട് വാ. മോളെ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ വീട്ടിൽ നടക്കുന്നത് സാധാരണ ഒരു വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊന്നുമല്ല. അതേപ്പറ്റി വിചാരണ ചെയ്യാനും വിഴുപ്പലക്കാനും ഒന്നും ഇനി നിൽക്കാൻ വേണ്ട. ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറിയതിൽ എനിക്കൊരു വിഷമവുമില്ല. ചിലരൊക്കെ പറയുന്ന പോലെ അതെനിക്കിപ്പോ പുതുമയൊന്നും അല്ലല്ലോ. ജീവിതത്തിൽ എന്ത് മോശം കാര്യങ്ങൾ സംഭവിച്ചാലും അതൊരവസരം കൂടിയായിട്ട് കാണണം. പുതിയൊരു തുടക്കത്തിനുള്ള അവസരം. ഇന്ന് 2 മുറിവുകളാണ് നിന്റെ ജീവിതത്തിലുണ്ടായത്. അതിലാദ്യത്തേത് കഴുത്തിലെ താലിയറ്റു എന്നുള്ളതാ. നെറ്റിയിലെ മുറിവ് മരുന്ന് വെച്ചാൽ ഭേദപ്പെടുത്താം. അതുപോലെ താലിയുടെ കാര്യത്തിലും നമുക്കൊരു മരുന്ന് കണ്ടുപിടിക്കണം. നമുക്ക് രാജീവ് സാറിനെ കണ്ടൊന്ന് പോകുന്നുണ്ടോ? ഒരു മരുന്ന് അയാളെ കാണാനോ സംസാരിക്കാനോ പോകുന്നുണ്ടെങ്കിൽ പറഞ്ഞേക്കണം. പൊട്ടിച്ചോണ്ട് പോയ താലി വേറെ ആരുടെയെങ്കിലും കഴുത്തി കൊണ്ടുപോയി തൂക്കാൻ. ശാരിക ഇനി അതിന് തല കുനിച്ചു കൊടുക്കാൻ പോകുന്നില്ല. മോളെ, ഒരിക്കൽ പറ്റിയ അബദ്ധം ഇനി ഒട്ട് ആവർത്തിക്കത്തുമില്ല. മോളെ, ഉണ്ടായ മുറിവുകളൊന്നും ഉണങ്ങാൻ പോകുന്നില്ല അമ്മേ. അത് ശരീരത്തിലായാലും മനസ്സിലായാലും. മരുന്ന് വെക്കാൻ അമ്മ അങ്ങോട്ട് വരിക വേണ്ട. നെറ്റിയിലുള്ള ഈ മുറിവ് ഉണങ്ങില്ലമ്മേ. ഒരിക്കലും അത് മനസ്സിൽ നിന്ന് മായ്ച്ച് കളയില്ല ഈ ശാരിക. അതുപോലെ തന്നെയാ എന്റെ കഴുത്തിന്റെ കാര്യവും. ഇനിയൊരു താലി ചുമന്ന് നടക്കേണ്ട ദൗർഭാഗ്യം എനിക്കുണ്ടാവില്ല. മോളെ, ഞാൻ ഈ ഭ്രാന്ത് കേൾക്കാൻ നിൽക്കാതെ അമ്മ ഒന്ന് വരുന്നുണ്ടോ? അല്ല, മരുന്നല്ല, നെല്ലിക്ക തല വയ്ക്കേണ്ട. പിടിച്ചോണ്ട് പോടി നിന്റെ അമ്മേ. ഞാൻ ക്ഷണിച്ചിട്ടാണോ ഇങ്ങോട്ട് വന്നത്? ശാരി, നീ അമ്മയോട് ഇങ്ങോട്ട് വരാനാ പറഞ്ഞേ. നടന്നേ. പറയട്ടെന്ന്. അങ്ങോട്ട് പോ അമ്മ. ഇവിടെ പുതിയ കച്ചവടമൊക്കെ പറയുന്നത് പുതിയ കച്ചവടം അല്ലല്ലോ, പഴയ കച്ചവടം. നേരത്തെ കച്ചവടം ഉണ്ടല്ലോ, ഇപ്പൊ ഒന്ന് വിപുലപ്പെടുത്തിയെന്ന് മാത്രം.
ഇരുട്ടിന്റെ മറവിലും ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ പരിധി നടക്കുന്ന സ്ത്രീകളുണ്ടല്ലോ, അവര് പറയുന്നതിന് കൊടുക്കുന്ന വിലയെ നാട്ടുകാർ നിനക്കൊക്കെ തരത്തുള്ളൂ. എന്റെ കൈ കൊഴിയുന്നു. എന്റെ അമ്മയാണ് സത്യം. എന്നെ രക്ഷിക്ക് പ്ലീസ്, എന്നെ രക്ഷിക്ക് സുസ്മിത, എന്നെ രക്ഷിക്ക് സുസ്മിത. മോനെ, നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? ഉറക്കം വന്നില്ല അമ്മേ. ഞാൻ കാണുന്നുണ്ട് മോനെ നിന്റെ സങ്കടം. കല്യാണം കഴിഞ്ഞ് നിനക്കൊരു കൂട്ടുണ്ടാവൂന്നാ ഞാൻ കരുതിയത്. അതിങ്ങനെയായി. അല്ല, അതെ, സുസ്മിതയുടെ കാര്യത്തിൽ എന്താ നിന്റെ തീരുമാനം? എന്ത് തീരുമാനം? നീ താലി കെട്ടിയ പെണ്ണല്ലേടാ. അവളെന്തിനാ വല്ലവരുടെയും വീട്ടിൽ പോയി നിൽക്കുന്നത്? നാട്ടുകാരെന്തു പറയും? നാട്ടുകാർക്ക് അറിയാത്ത ഇപ്പൊ എന്താ അമ്മ ഉള്ളത്? എന്നാലും അത് ശരിയല്ലല്ലോ. കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്ക് വേണ്ടേ? എന്ത് നീക്കുപോക്കല അമ്മ ഉദ്ദേശിക്കുന്നത്? അവളെ ഇനിയും ഇവിടെ കൊണ്ട് നിർത്താനാണോ? ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നിന്റെ നല്ല ഭാര്യയായിട്ട് വീട് പരിപാലിക്കുമെന്നോ ചാകം കിടക്കുമ്പോ എനിക്കൊരു തുള്ളി വെള്ളം തരുമെന്നോ കരുതിയിട്ടല്ല. അവളുടെ തീരുമാനം എന്താണെന്ന് അറിയണം. അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? അവളെ ഇനി നിന്റെ ഭാര്യയായിട്ട് വേണ്ടടാ. ബന്ധം പിരിക്കണം. അതിന് അവളുടെ സമ്മതവും കൂടി വേണമല്ലോ. സമ്മതം തരാതെ മെനക്കെടുത്താനാണ് അവളുടെ ഉദ്ദേശമെന്നും അറിയണം. നിന്റെ ജീവിതത്തിന്റെ പ്രശ്നമായത്. പിരിച്ചിട്ട് എന്ത് ചെയ്യാനാ അമ്മേ? വേറെ കല്യാണം കഴിക്കണം. ഒരു വിധത്തിൽ ഒത്തുപോകാത്തപ്പോ അങ്ങനെയല്ലേ ആൾക്കാർ ചെയ്യുന്നത്? കഴിച്ചു തന്നെ മതിയായി, തൃപ്തിയായി. ഇനി ഒരു കല്യാണത്തിനൊന്നും എനിക്ക് താല്പര്യമില്ലമ്മേ. എടാ, അതൊരു രക്തരക്ഷസാ. അതുപോലെ ലോകത്തൊരെണ്ണേ ഉള്ളൂ. അതിനെ കണ്ടോണ്ട് ബാക്കിയുള്ള പെണ്ണുങ്ങളെല്ലാം അങ്ങനെയാണെന്ന് നീ വിചാരിച്ചു കളയല്ലേ? എനിക്കങ്ങനത്തെ വിചാരമൊന്നും ഇല്ലമ്മേ. എന്തായാലും ഒരു ഭാഗ്യപരീക്ഷണമല്ലേ. ഇപ്പൊ കുടിച്ചിറക്കേണ്ട ചവർപ്പ് ഇതുവരെ നാവിന്ന് മാറിയിട്ടില്ല. എന്തായാലും അതൊന്ന് മാറട്ടെ, എന്നിട്ടാവാം അടുത്തതിനെ പറ്റി ആലോചിക്കുന്നത്. നീ നിക്ക്. അതിനി എന്നാ? മൂക്കി പല്ല് എളുത്ത് കഴിഞ്ഞിട്ടോ? നിന്റെ ജീവിതത്തിലെ നല്ല കാലമായത്. അതിങ്ങനെ തല്ലിക്കൊഴിക്കാനുള്ളതല്ല. പോരെങ്കിൽ എനിക്കൊരു കൂട്ടും വേണം. നിക്ക്, പറയട്ടെ. ആദ്യമായിട്ട് പ്രേമിച്ച പെണ്ണിനെ അത്ര എളുപ്പമൊന്നും മറക്കാൻ പറ്റില്ലെന്ന് അമ്മയ്ക്കറിയാം. നിന്റെ മനസ്സിന്റെ ഏതോ ഒരു കോണിൽ അവളോടുള്ള ഇഷ്ടത്തിന്റെ ഒരു തരിമ്പ് ഇപ്പോഴും കിടപ്പുണ്ട്. അതാ ഈ ഉറക്കമില്ലായ്മയും ഒറ്റയ്ക്കുള്ള ഈ നിപ്പുമൊക്കെ. വേറൊരു പെണ്ണ് ജീവിതത്തിലേക്ക് വന്നാലേ അതൊക്കെ മാറും. അമ്മ എന്തൊക്കെയാ ചിന്തിച്ചു കൂട്ടുന്നത്? എനിക്ക് അവളോട് ഇപ്പോഴും ഇഷ്ടമുണ്ടെന്നാ? എടാ, നിന്നെ കൊല്ലാക്കൊല ചെയ്തവളല്ലേ അവള്. ജീവന്റെ ഒരു തുടുപ്പെ പിടിച്ച് നീ പിന്നെയും ജീവിതത്തിലേക്ക് മടങ്ങി വന്നപ്പോ അവിടെ നിന്നെ കൊല്ലാൻ ആളെ വിട്ടു. അവളോട് നിന്റെ മനസ്സിൽ ഇഷ്ടമില്ലായിരുന്നെങ്കിൽ ആ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ അവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് നീ അവളെ പച്ചയ്ക്ക് വലിച്ചു കീറില്ലായിരുന്നോ? എന്നിട്ട് നീ എന്താ ചെയ്തത്? അവളെ പൂട്ടിയിട്ടു. എന്നിട്ട് ആ പൂട്ടും പൊളിച്ചു പോയില്ലേ അവള്? അവൾ ഇനി നന്നാവുമെന്നോ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ ഒന്നും വേണ്ട, വിട്ടേക്ക്. പക്ഷേ ബന്ധം ഒഴിയാൻ അവളെ കുത്തിനെ പിടിച്ചു നിർത്തി സമ്മതിപ്പിക്കണം. വിവാഹമോചനത്തിന്റെ കാര്യവും പറഞ്ഞ് അവളുടെ പിന്നാലെ നടക്കാൻ എന്നെ കിട്ടില്ലമ്മേ. എന്നാ എന്നെ കിട്ടും. നിന്റെ ജീവിതത്തിന്റെ കാര്യം ഇത്. ആദ്യം അവളുടെ നിലപാട് എന്താണെന്ന് അറിയണം. അതിന് സത്യാമ്മയുടെ കൊട്ടാരത്തിൽ നിന്ന് അവളെ താഴെ ഇറക്കിക്കൊണ്ടുവരണം. ഇപ്പോഴും അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നടക്കുമല്ലേ സത്യാമ്മ? എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അമ്മേ,
എന്താ പാലട്ടാ? ഇവിടുന്ന് ഒരു 100-150 മീറ്റർ നടന്ന ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രമുണ്ട്. അവിടെ നിന്നാ സത്യഭാമയുടെ വീട്ടിലേക്കുള്ള വണ്ടി പിടിക്കാം. നിനക്ക് തേക്കാൻ വേണമെങ്കിലേ ഞാൻ തുണി കൊണ്ടുവന്ന് തരാം. ബാലയൻ തന്നെ അങ്ങ് വിട്ടേക്ക് സുസ്മിതേ. അവള് തേക്കാൻ നടക്കുന്നു. എല്ലാം ഉണ്ട് മോളെ. നീ രോഹിതിനെ കൊക്കയിലേക്ക് തള്ളിയിടുന്നതും പാറവിളമ്പിൽ പിടിച്ചു കിടക്കുന്ന അവന്റെ വിരലുകൾ ചവിട്ടി വേർപെടുത്തി കൊക്കയിലേക്ക് വീഴ്ത്തുന്നതും ഒക്കെ. ചിറ്റപ്പൻ എന്തായി പറയുന്നേ? എടി, ഞാൻ ഉള്ള കാര്യം തന്നെ പറയുന്നത്. അതറിഞ്ഞപ്പോ ഞാനും വല്ലാതെ ഷോക്കായി പോയി. പക്ഷെ എങ്ങനെ ചിറ്റപ്പാ? അവിടെ ആകെ 2 CCTV ക്യാമറകളല്ലേ ഉള്ളൂ. എടി, അതൊക്കെ ശരിയാ. ആദ്യത്തെ CCTV ക്യാമറയിൽ നിന്നുള്ള വിഷ്വലുകളായത്. പക്ഷെ ഞാൻ രോഹിത്തിനെ പിടിച്ച് തള്ളുന്നതിന് മുമ്പ് വരെയുള്ള വിഷ്വൽസേ അതിലുള്ളതല്ലേ പറഞ്ഞേ? മേഘം താഴ്ന്നിറങ്ങി വന്ന് അതിലെ കാഴ്ച മറച്ചു. അതെ, അങ്ങനെ തന്നെ എല്ലാരും കരുതിയിരുന്നത്. പക്ഷേ ഒരു പ്രത്യേക കാലാവസ്ഥയുള്ള സ്ഥലമാ ഈ പഞ്ചകൈലാസം. മേഘം വന്ന് ഇറങ്ങുന്ന പോലെ തന്നെ കയറി പോവുകയും ചെയ്യും. വിഷ്വലുകൾ മൊത്തം മഞ്ഞിൽ മുങ്ങിപ്പോയിട്ടുണ്ടാവുമെന്ന് കരുതി മുമ്പോട്ടുള്ള ഫൂട്ടേജുകൾ ചെക്ക് ചെയ്യാൻ ആരും മെനക്കെട്ടതുമില്ല. എന്നിട്ട് ആ കുന്തിയപ്പ എവിടുന്ന് പൊങ്ങി വന്നു? എടി, ഫോറസ്റ്റുകാരുടെ കൺട്രോളില അവിടുത്തെ CCTV ക്യാമറകളെല്ലാം. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി അവയിലെ ഫൂട്ടേജുകൾ ഈ ഫോറസ്റ്റുകാരോട് ആവശ്യപ്പെട്ടത് മുമ്പിരുന്ന പഞ്ചകൈലാസം CI നിഷാദ. നിഷാദ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഈ സൂയിസൈഡ് പോയിന്റിലെ ഫൂട്ടേജിലാണ്. പക്ഷേ ഈ മഞ്ഞു മൂടിയ ശേഷമുള്ള ഫൂട്ടേജുകൾ അയാൾ അവഗണിച്ചു കളഞ്ഞു. പിന്നെ പിന്നീട് അങ്ങോട്ടൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ള കാര്യം അയാൾ തന്നെ ഉറപ്പിച്ചു. എടി, ആദ്യത്തെ ഫൂട്ടേജിൽ കാര്യമായി ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാ സൂയിസൈഡ് പോയിന്റ് താഴെയുള്ള ക്യാമറയിലെ ഫൂട്ടേജ് ആവശ്യപ്പെടാൻ മെനക്കെട്ടത് തന്നെ. അപ്പോഴേക്കും അന്വേഷണം ശ്രീരഞ്ജനിയുടെ കൈകളിലെത്തി. ചിറ്റപ്പാ, രാമായണം മുഴുവൻ വായിക്കാതെ ഇപ്പൊ ഈ ഫുട്ടേജ് എവിടുന്ന് പൊങ്ങി വന്നു എന്ന് പറ. എടി, മുഴുവൻ കേട്ടാലേ നിനക്കത് മനസ്സിലാവൂ. ഈ ശ്രീരഞ്ജനി തന്നെയാണ് ഈ ഫൂട്ടേജ് ഇപ്പോ തോണ്ടിയെടുത്തോണ്ട് വന്നത്. ശ്രീരഞ്ജനിയോ? അതിനവര് സസ്പെൻഷനിലല്ലേ? എടി, സസ്പെൻഷനിലാണെങ്കിലും ഈ പോലീസിലും എക്സൈസിലും ഒക്കെ ഈ ജോലി ചെയ്യുന്നവർ തമ്മിൽ വല്ലാത്തൊരു കോണ്ടാക്ട് ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെങ്കിൽ അവർ ചെയ്തു കൊടുക്കുകയും ചെയ്യും. സസ്പെൻഷനിലായതോടെ ശ്രീരഞ്ജനിക്ക് വാശി കയറി. അവർ ഈ കേസ് തെളിയിച്ചേ അടങ്ങൂന്ന് പറഞ്ഞ് തുനിഞ്ഞിറങ്ങിയിരിക്കുക. അവരുടെ പ്രശ്നമില്ല. പഞ്ചകൈലാസത്തിലെ മറ്റേ CI ഉണ്ടല്ലോ, നിഷാദ്, വീണ്ടും ഈ CCTV ഫുട്ടേജ് ഫോറസ്റ്റുകാരോട് ആവശ്യപ്പെട്ടത്. എടി, അങ്ങനെ ആ ദിവസത്തെ ഫുൾ ഫുട്ടേജ് അതനുസരിച്ച് ഫോറസ്റ്റുകാർ പോലീസിന് കൈമാറി. എന്നുവെച്ചാ ഫുട്ടേജ് ശ്രീരഞ്ജനയുടെ കയ്യിലെത്തിയെന്നോ? ഞാൻ ഇവിടെ അങ്ങ് തൂങ്ങിയേക്കിട്ടെ ചിറ്റപ്പാ. അതാ ഇതിലും ഭേദം. എടി, പറയുന്ന മുഴുവനൊന്ന് കേക്ക് നീ. അതിപ്പോ ശ്രീരഞ്ജനിയുടെ കയ്യിലെങ്ങും പോയി എത്തിയിട്ടില്ല. എടി, കഥയിലെ ട്വിസ്റ്റ് അതൊന്നുമല്ല. ഈ ഫൂട്ടേജ് ചെക്ക് ചെയ്യാൻ CI നിഷാദ് ഫോറസ്റ്റുകാരുടെ അടുത്തേക്ക് അയച്ചത് ആരാണെന്നറിയോ? നമ്മുടെ കോൺസ്റ്റബിൾ വിജയനെയാണ്.
എടി ഫൂട്ടേജ് കൊടുക്കേണ്ടത് ശ്രീരഞ്ജയുടെ കയ്യിലായതുകൊണ്ട് കൈമാറുന്നതിന് മുമ്പ് അയാളത് കുത്തിയിരുന്ന് മുഴുവൻ ചെക്ക് ചെയ്തു. അപ്പോഴാണ് ഈ വിഷ്വൽസ് കാണുന്നത്. എന്ന് പറഞ്ഞ കോൺസ്റ്റബിൾ വിജയൻ അല്ലാതെ വേറെ ആരും ഈ വിഷ്വൽസ് കണ്ടിട്ടില്ല എന്നാണോ? കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഫോറസ്റ്റുകാരുടെ CCTV സിസ്റ്റത്തിൽ നിന്ന് തന്നെ വിജയൻ അത് മുഴുവൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. ആശ്വാസം. പിന്നെ ചിറ്റപ്പൻ എന്തിനാ എന്നെ വെറുതെ പേടിപ്പിച്ചത്? ഇനി പറഞ്ഞു തീർന്നില്ല. വിജയന്റെ കയ്യിലെ പെൻഡ്രൈവിലോട്ട് അയാളത് കോപ്പി ചെയ്തിട്ടുണ്ട്. അതെന്തിനാ കോപ്പി ചെയ്യാൻ പോയത്? ഞാനല്ല കോപ്പി ചെയ്തത്, ആ വിജയനാണ്. എന്നാ അയാളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ച് നശിപ്പിച്ചാളാ? എടി നമ്മൾ തന്നെ അത് നശിപ്പിച്ച് കളയാനാ വിജയൻ പറയുന്നത്. പെൻഡ്രൈവ് വേണമെങ്കിൽ നമുക്ക് തരാന്ന്. എന്നാ പിന്നെ ഇത് വാങ്ങിക്കേ ചിറ്റപ്പാ. വാങ്ങിക്കാമായിരുന്നു. പക്ഷേ ആ പെൻഡ്രൈവിനെ വിജയൻ പറയുന്ന വില 25 ലക്ഷം രൂപയാ. 25 ലക്ഷം രൂപയോ? അവൻ അവസരം മുതലാക്കി കളിക്കുവാടി. CCTV മാനേജ് ചെയ്തുകൊണ്ടിരുന്ന ഫോറസ്റ്റുകാർക്കൊക്കെ പൈസ കൊടുക്കണമെന്നാവും പറയുന്നത്. പക്ഷേ ഇത് മുഴുവൻ അവന്റെ അണ്ണാക്കിലോട്ട് തള്ളാനുള്ളതാണെന്ന് എനിക്കറിയാം. സുപ്രധാന തെളിവുകളടങ്ങിയ പെൻഡ്രൈവ് ആയതുകൊണ്ട് അവൻ എത്ര ചോദിച്ചാലും നമ്മൾ കൊടുക്കുമല്ലോ. അതിന് ഇത്രയും പണം എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാ ചിറ്റപ്പാ? എടി, നിന്റെ അച്ഛനോട് ചോദിച്ചാൽ കിട്ടിയേനെ. പക്ഷേ നിനക്ക് വേണ്ടി കോടതിയിൽ വാദിക്കാൻ നമ്മള് അമീർ അബ്ദുള്ള എന്ന് പറഞ്ഞൊരു മുതലിനെ കെട്ടിയിറക്കിയല്ലോ. അതിനുവേണ്ടി കുറെ പണം പൊടിച്ചതരായിട്ട്. ഇനിയിപ്പോ വലിയൊരു തുക ഉടനെ ചോദിച്ച രായേട്ടന് സംശയം തോന്നില്ലേ? നീ ഇവിടെ എന്ത് ചെയ്യാന്ന് വരെ ചിലപ്പോ ഒരു അന്വേഷണം നടത്തിയെന്നിരിക്കും. ഉള്ള കാര്യം പറഞ്ഞാൽ നിനക്കറിയാലോ, അയാള് രായേട്ട ഒന്നാതെ ഹാർട്ട് പേഷ്യന്റാ. ചിറ്റപ്പൻ ഇങ്ങനെ നടക്കാത്ത കാര്യങ്ങൾ ഡീറ്റെയിൽ ചെയ്തോണ്ടിരിക്കാതെ നടക്കുന്നത് വല്ലതും ഉണ്ടെങ്കിൽ പറ. നീ എന്തിനാണ് എന്റെ അടുത്ത് ചൂടാവുന്നേ? നിനക്ക് വേണ്ടി എല്ലാം ചിന്തിക്കേണ്ടത് ഞാനാണോ? നീ കൂടി എന്തെങ്കിലും പോകാൻ വഴി കണ്ടുപിടിക്കേ. എന്റെ കയ്യിൽ എവിടുന്ന ചിറ്റപ്പ പണം? ഭാമാന്റെ ആയിട്ട് അടുപ്പത്തിലായിരുന്നെങ്കിൽ അവരെ സോപ്പിട്ട് സംഘടിപ്പിക്കായിരുന്നു. എന്ന് പറഞ്ഞ എന്റെ കയ്യിൽ അട്ടിയിട്ട് വെച്ചിരിക്കുകയാണോ പണം? കൂടിപ്പോയാ 1-2 ലക്ഷം രൂപ മറിക്കാം. ഇതിന്റെ കൂട്ടത്തിലേ ഒരു കുടുംബം കൂടി നടത്തുന്നവനാ ഞാൻ. ആ വിജയനെ പിടിച്ച് പഞ്ഞിക്കിട്. ചിറ്റപ്പന്റെ കൺട്രോളിൽ കുറെ തടിമാടന്മാര് പോലീസുകാരുണ്ടല്ലോ. അവരൊന്നും നിനക്ക് വേണ്ടി ഗുണ്ടാപണിയായുള്ളവരല്ല. എടി, ആ വിവരം വിജയൻ എന്നെ വിളിച്ച് പറയണമെന്നുണ്ടെങ്കിൽ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം വാങ്ങാമെന്ന് വിജയൻ ഉറപ്പുള്ളതുകൊണ്ട് തന്നെ. അയാളെ പ്രകോപിപ്പിച്ച സംഭവം ലീക്കായി മൊത്തം നാറുവേ. ഇനി നിന്റെ അറിവിലാക്കിയ മറ്റൊരു കാര്യം പറയാം. ഇതേ കാര്യം പറഞ്ഞ് ഇനിയിപ്പോ വിജയൻ സത്യാമ്മയെ വിളിച്ചാൽ 25 അല്ല 50 ലക്ഷം രൂപ കൊടുത്ത് അവർ ആ ഫൂട്ടേജ് വാങ്ങും. പിന്നെ നിന്റെ അവസ്ഥ എന്താന്ന് ഊഹിക്കാമല്ലോ. ഇനി അത് ഏതെങ്കിലും ന്യൂസ് ചാനൽ കൊടുത്താൽ എക്സ്ക്ലൂസീവ് വിഷ്വൽസ് എന്നുള്ള പേരിൽ അവരും കൊടുക്കും ലക്ഷങ്ങൾ. ഇതൊക്കെ വിജയൻ തന്നെ എന്നോട് സൂചിപ്പിച്ചതാ. എന്ന് വെച്ചാൽ നമ്മൾ ചെക്ക്മേറ്റിലാണെന്ന് ചുരുക്കം. എടി, വിജയൻ നല്ലൊരു കച്ചവടക്കാരനാ. 4 കാശ് കൂടുതൽ കിട്ടിയാൽ അവൻ അങ്ങോട്ടേ മറിയും. അല്പമെങ്കിലും സ്നേഹവും നന്ദി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്നോടാ. അതിന്റെ പേരില അയാൾ ആദ്യം എന്നെ വിളിച്ചത്. എടി, നാളെ പെൻഡ്രൈവ് അയാൾ വേറെ ആർക്കെങ്കിലും കൊടുത്താൽ എനിക്ക് ഉത്തരവാദിത്തമില്ലേ? ചിറ്റപ്പാ, അതിനിപ്പോ എടി, ഈ കേസിൽ നിന്റെ ഒരു ഉടായ്പ നടക്കില്ല സുസ്മിത. നമ്മളെക്കാളും വലിയ ഉടായ്പുകാരനാ വിജയൻ. ഇനി ഇത് സംബന്ധിച്ച് നമ്മൾ തമ്മിൽ ഒരു സംസാരമില്ല. നീ ഇനി വളഞ്ഞ വഴി ആലോചിച്ച് എന്നെ വിളിക്കണ്ട, നടക്കില്ലത്. പിന്നൊരു കാര്യം, പണം സംഘടിപ്പിച്ചിട്ട് എന്നെ വിളിച്ചാൽ മതി. ചിറ്റപ്പാ, പിന്നെ മനസ്സിലായല്ലോ? ഹലോ ചിറ്റപ്പാ.